ഇപ്പൊ രോമാഞ്ചം എന്ന് പറയുന്ന പടം, അതിന്റെ ഏറ്റവും വലിയ പടം വിജയം എന്ന് പറഞ്ഞാല് അത് ഡയലോഗ് കോമഡിയേക്കാളും റിയാക്ഷൻസ് ആണ്. ആ പടത്തില് ഏറ്റവും ഹൈലൈറ്റായി മാറിയതും ആ പടം അത്രയും ഹിറ്റ് ആവാനും കാരണം, ഈ കോമഡി വർക്കൗട്ട് ആവാനും കാരണം എല്ലാവരും റിയാക്ഷൻസ് ആണ്. ഒരാളുടെ പോലും റിയാക്ഷൻ മിസ് ചെയ്തിട്ടില്ല. ഈ അടുത്ത് ഞാനൊരു പുതിയ പടം ഡയറക്റ്റ് ചെയ്യാൻ പോണ ഡയറക്ടറിന്റെ കൂടെ അടുത്ത് ഞാൻ മീറ്റ് ചെയ്തു. ഞാനില്ല ആ പടത്തിൽ, ഉണ്ടോന്ന് അറിയില്ല, എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോ നല്ല പടമാണ്, വലിയ കഥയൊക്കെ കേട്ടപ്പോ ഞാൻ പറഞ്ഞു രസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പഞ്ചാബി ഹൗസൊക്കെ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തു? ഇപ്പോഴും അവർക്കൊക്കെ തിരിച്ച് ഇതുപോലത്തെ ഒരു കോമഡി മൂവി ചെയ്യാൻ അവർക്കും ഒരു ചെറിയ സംശയമുണ്ട്. ഈ ജനറേഷൻ അത് ഇഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്ക് 100% വിശ്വാസമുണ്ട് ഈ ജനറേഷൻ അത് എടുക്കും. അഭിനയിച്ച അല്ലെ ഓൺ പടം അങ്ങനെ എൻജോയ് ചെയ്ത് ഏറ്റവും കൂടുതൽ കണ്ട ഏത് പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് പ്രണയവിലാസ് പറഞ്ഞ പോലെ വർക്കായിരുന്നു. എനിക്ക് അവസാനം എനിക്ക് തന്നെ വിഷമം വന്നു, ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ട്. നമ്മളെയൊക്കെ വിട്ടുപിരിക്കുന്നത് സിദ്ദിഖ്, ഡയറക്ടർ സിദ്ദിഖിനോട് ചോദിക്കുന്നത്. അപ്പോൾ സിദ്ദിഖിനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സിദ്ദിഖ് പറയുന്നത് ഒരു മറുപടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് അശോകൻ ഇപ്പം ആ പടം, ഒരു പടം നീ വാക്കുകൊണ്ട് കമ്മിറ്റ് ചെയ്തു, രണ്ടാമത് ഇങ്ങനെ ഒരു പടം അത് ഗംഭീരമായിരിക്കും ചിലപ്പോൾ. നമ്മൾ ചെയ്യാത്തൊരു ക്യാരക്ടറിലൂടെ ഇന്ന ഡയറക്ടറോട് ചെയ്യാൻ പോകുന്നു ഇയാളോട് പറഞ്ഞില്ലേ. അപ്പം ഇത് മനസ്സുകൊണ്ട് വിടുകയാണെങ്കിൽ, രണ്ടാമത് നമ്മളെ വിടുകയാണെങ്കിൽ ഇപ്പോഴേ മനസ്സുകൊണ്ട് നീ കരുതണം. അത് ഹിറ്റായാലും ശരിയാണ്, മനസ്സ് വിഷമിക്കരുത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്, കുറച്ച് മുമ്പ് അശോകേട്ടൻ പറഞ്ഞ പോലെ മാർച്ച് ഫസ്റ്റ് റിലീസാകാൻ പോകുന്ന മൂവിയുടെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അശോകൻ ചേട്ടാ, വെൽക്കം. ആൻഡ് ഹക്കീം ബ്രോ, സോന, ഹലോ. അപ്പോൾ പറയൂ, ഇതൊരു ഡിഫറെൻറ്റ് പേരാണ് ഈ മൂവിയുടെ, കടകൾ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ മുകളിൽ തന്നെ കടത്തനാടൻ പരിപാടിയൊക്കെ കാണാം. സോ എന്താണ് അശോകേട്ടാ സിനിമ എന്താണെന്ന് വെച്ചാൽ ഇതില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇഷ്ടപ്പെടാൻ വിധത്തിലുള്ള എല്ലാ ചേരുവകളും ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ത്രില്ലറാണ്, ഫാമിലിയാണ്, കോമഡി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവിയൽ സിനിമ പോലത്തെ സിനിമയാണ്. എല്ലാ ചേരുവകയും വളരെ കറക്റ്റ് മീറ്ററിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പ് ഓഡിയൻസിനും ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ അതുപോലുള്ള സിനിമകളുടെ ഒരു വിജയം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു പാറ്റേണിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. കടകൻ എന്താന്ന് ഞങ്ങൾ പറയില്ല. കടകൻ സിനിമ കണ്ടാലും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് കടകൻ എന്നുള്ളൊരു പേര് വന്നതെന്നുള്ളത്. കൂടുതലും ഇപ്പൊ നമ്മൾ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും പരിപാടികൾ കണ്ട ആൾക്കാരെ തന്നെ അസസ് ചെയ്യാറുണ്ട്, ഇത് ചിലപ്പം ഈ ഒരു കൈൻഡ് ഓഫ് മൂവി ആയിരിക്കാം. പക്ഷെ ഇപ്പൊ അതും സാധ്യമല്ല. നേരെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും ട്രെയിലറിൽ നിന്ന് നേരെ സിനിമയിലോട്ട് വരുന്നത്. സോ അതൊരു ഡിഫറെന്റ് മിക്സ്ചർ ഓഫ് ഒരു ജാക്ക് ഓഫ് എല്ലാം ഉള്ള ഒരു മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ. കിംബ്രു പറയൂ. കടകൻ എൻ്റെ അഭിപ്രായത്തിൽ, എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള അത്യാവശ്യം നന്നായിട്ട് തലതെറിച്ച് നടക്കുന്ന ഒരു പയ്യൻ. എൻ്റെ ഉപ്പായിട്ടാണ് അശോകൻ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അശോകൻ ചേട്ടൻ അല്ല, ഉപ്പയായിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇത് ആക്ച്വലി ഞാൻ ചെയ്യേണ്ട വേഷമല്ല. ഇത് ആദ്യം ഇവര് ഡിസ്കഷൻ ഞാനായിരുന്നു. അപ്പൊ ഇതിന്റെ സ്ലാങ് ഞാൻ എങ്ങനെ പിടിക്കും, ഇത് അങ്ങനത്തെ ഒരു മലബാർ സ്ലാങ് ആണ് ഇതിൽ പരിപാടിക്കുന്നത്. അപ്പൊ ആ സ്ലാങ് പിടിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് വന്നിട്ട് ഇവര് മാമുക്കോയയിലേക്ക് ചെന്നു. പിന്നെ മാമുക്കോയ മരിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ തിരിച്ചു വന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് വേഷം എന്നിലേക്ക് വന്നതെന്ന് ആദ്യം പറയട്ടെ, ഇനി പറഞ്ഞു. അതെ, അപ്പൊ അങ്ങനെയാണ് ഉപ്പയെ കിട്ടിയത്. അപ്പൊ ഞാനും അശോകൻ ചേട്ടനുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ ഒരു തരത്തിലല്ലെങ്കിൽ നമ്മളിപ്പോ വീട്ടില് വാപ്പായൊക്കെ ആയിട്ട് സംസാരം ഉണ്ടാകുമ്പോ ഒരു വർത്താനം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീല് അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം തലവരിച്ച് നടക്കുന്ന, ഉപ്പ പറഞ്ഞ അനുസരണ ഇല്ലാത്ത, ഉപ്പാടെ അതേ വഴി തന്നെ ചെയ്ത് ജീവിക്കുന്ന ഒരു പയ്യനാണ്. അതാണ് ഉപ്പയും ഒരു കാലത്ത് ഇത്ര കുഴപ്പക്കാരനായിരുന്നു. അപ്പൊ ഉപ്പാക്ക് ഒരുപാട് പറയാനും പറ്റില്ല, എന്നാൽ ഇഷ്ടമല്ല ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു ആളാണ്. പിന്നെ ഈ കടകൻ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഫാമിലി ഡ്രാമ ആക്ഷൻ ഒരു അടിപ്പടം പരിപാടി, ഒരു മൂഡാണ് പടത്തിന് മൊത്തത്തിൽ കിടക്കുന്നത്. അപ്പോൾ വളരെ രസമായിട്ട് തന്നെ
വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലുക്കും ഡിഫറെന്റ് ആണ്. അതെ, ലുക്കും ഡിഫറെന്റ് ആണ്. ആ ഒരു അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു റക്കിഡ് ആയിട്ടുള്ള നാട്ടുംപുറം പരിപാടി. സോ പറയൂ, എന്താണ് ഇതില് വളരെ നോർമൽ ആയിട്ടുള്ള അതിലും ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ്. മണിയണ്ണ ചേട്ടൻ്റെ സിസ്റ്ററായിട്ടാണ്. ശരി. ലക്ഷ്മി ക്യാരക്ടർ. എങ്ങനെയാണ് ലക്ഷ്മി കിട്ടിയത്? ലക്ഷ്മി കിട്ടിയത് ഞാൻ ഓമേരി ലൈല് മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. ഞാൻ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവിടെ പോയി ഭയങ്കര റാൻഡം ആയിട്ട് വന്ന ഇങ്ങനെ ഒരു മൂവി ഉണ്ട്. അപ്പോൾ എല്ലാവരും പേരെഴുതി. അപ്പോൾ കാസ്റ്റ് അടിപൊളിയാണ്. പിന്നെ ഹക്കിമിന്റെ ലാസ്റ്റ് പ്രണയവിലാസം കണ്ടായിരുന്നു. ഐ വാസ് എ ഫാൻ. അതും ആൻഡ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് അതൊക്കെ റീസെന്റ് കണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ബിജു ചേട്ടൻ ഇതിന്റെ അസോസിയേറ്റ് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇതിലെങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം പ്രത്യേകിച്ച് നമ്മളൊക്കെ എത്രയോ മൂവികൾ എത്ര കണ്ടാലും മടുക്കാതെ വീണ്ടും റിപ്പീറ്റ് ഇട്ട് ആ ഡയലോഗ്, ചില സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് മടുക്കും. ഈവൻ ഇപ്പോഴത്തേക്ക് നോക്കി. പക്ഷെ അശോകേട്ടൻ്റെ ഒക്കെ സിനിമയുടെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ട്രോളായിട്ടും മീമായിട്ടും അല്ലെങ്കിൽ സ്റ്റിക്കറായിട്ടും ഒക്കെ വന്ന്, അപ്പോൾ നമ്മൾ അത്രയും ഒരു ഫാൻ ബോയ്സ് അല്ലെ ഫാൻ ഗേൾ ആണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ സെറ്റില് പണ്ടത്തെ കഥകളോ അല്ലെങ്കിൽ അശോകേട്ടൻ്റെതായ ഫൺ പരിപാടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ്. ഭയങ്കര ഭയങ്കര സ്വീറ്റാ. ഞാൻ ലൈക്ക് ഓസ്ട്രേലിയയിൽ ഞാനും ബ്രദറും കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് CDs ഉണ്ടായിരുന്നു, പണ്ടത്തെ മലയാളം മൂവീസ്. അപ്പോൾ കൊച്ചി രാജാവൊക്കെ എത്ര ലൈക്ക് കുറേ ടൈംസ് വാച്ച് ചെയ്തിട്ടുള്ള മൂവി. അപ്പോൾ അതിലെ ഡയലോഗ്സ് ഒക്കെ, അപ്പോൾ അതിലെ കുറേ സ്റ്റോറീസ് പറഞ്ഞു. മീൻസ് ഈ കോമിക്സ് ഇതൊക്കെ അവർ ഓൺ ദ സ്പോട്ട്, പിന്നെ അല്ലെങ്കിൽ രാവിലെ വരുമ്പോൾ സ്ക്രിപ്റ്റിൽ. അപ്പോൾ അതൊക്കെ രസമായിരുന്നു. പണ്ടത്തെ സെറ്റിലെ കഥകളും കാര്യങ്ങളൊക്കെ പറയൂ. അശോകനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു അശോകൻ ചേട്ടനുണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് ഒരാളല്ല ജീവിതത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് ഭയങ്കര വ്യക്തമായിട്ട് ധാരണയുള്ള, വ്യക്തമായിട്ട് കാഴ്ചപ്പാടുള്ള 30-35 വർഷത്തോളം ഇല്ലേ, 35 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു മകനെ പോലെ തന്നെ ഞാൻ ഉപ്പാന്ന് വിളിച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ വിളിക്കണം. അപ്പോൾ എന്നെ ഇപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും വിളിച്ചിരുത്തി ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്നെ പക്ഷെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എടാ ആ പ്രശ്നം ഇതാണ്, ആ കാര്യം ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അത് ഇങ്ങനെ വരും. അത് 35 വർഷത്തിന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഒരു ഉപ്പാ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേറൊരാളും എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം എനിക്കൊരു ഉപ്പാ ഫീൽ തന്നെയാണ് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും എനിക്ക് അശോകൻ ചേട്ടൻ്റെ വൈബ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ക്യാരവനകത്ത് നമ്മൾ മറ്റേ എന്താ പുലിനെ കണ്ട കാര്യങ്ങളൊക്കെ അശോകൻ ചേട്ടൻ്റെ പണ്ടത്തെ സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞു തരും ആ കഥ, അന്നത്തെ വിറ്റും ഇന്നത് എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ചെറിയൊരു സ്റ്റേജ് പരിപാടി ഞങ്ങൾ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു അതൊക്കെ. എന്താ ചേട്ടാ പുലിനെ കണ്ട കഥ? അല്ല, ഇവര് ആദ്യ ദിവസങ്ങളിലൊക്കെ ഇവര് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടായി. കാരണം ഇവർക്ക് ഇങ്ങനെ അടുക്കാനൊരു, എല്ലാവർക്കും നമ്മൾ ഇത്തിരി സീനിയർ ആയത് കൊണ്ടാണോ എന്താണ് എനിക്കറിയില്ല. അപ്പൊ അടുക്കാനാ എന്താ എനിക്ക് മനസ്സിലായി, ഇത് നമ്മൾ ഇത്തിരി സീനിയർ ആണ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇവര് ചിലപ്പോൾ അടുക്കാതെ ഒന്നും എല്ലാത്തിനും പിടിച്ചെടുത്തിട്ട് ബാ എന്നിട്ട് കുറെ തമാശകളിലൂടെ ആദ്യം ഞാൻ ഇവരിലേക്ക് അടുത്തു. ശരി. അങ്ങനെ കുറെ തമാശകൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ഷോട്ടിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പോകണമൊക്കെ ആ കഥകളുടെ ഒരു അംശമൊക്കെ പറഞ്ഞുകൊണ്ട് പോകും നമ്മളോട്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ മൂഡായിരുന്നില്ല അവിടെ, ഒരു പിക്നിക് മൂഡാണ്. കാലത്തെ വരിക തമാശകൾ പറയുക. പക്ഷെ ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് ഇപ്പൊ അക്കീമ അഭിനയിക്കുമ്പോഴും ഞാനില്ല ആ ഷോട്ടിലെങ്കിലും ഞാനിങ്ങനെ നോക്കിക്കും, മോണിറ്ററിൽ നോക്കിക്കും. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിയുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. കാരണം അതൊരു കറക്റ്റാണ്, നല്ല മീറ്ററിലാണ് അക്കീമും ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്തേക്കുന്നത്. മണികണ്ഠനൊക്കെ നന്നായി ചെയ്തു. ഇപ്പോൾ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ട് അഭിനയിക്കുന്നവരൊക്കെ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു വിഷമമാവും, അതെന്താ പറയാൻ വിട്ടു എന്നുള്ളത് തോന്നും. അപ്പം ഞാൻ എപ്പോഴും ഞാനിങ്ങനെ പറയും, ഫസ്റ്റ് ഡേ തന്നെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞിട്ടല്ലേ ആ പുഴയിൽ ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് വെരി എൻഡ് ഡയലോഗാണ് ഞാൻ പറയണത്.
വെരി എൻഡിൽ ഞാൻ പറയുന്ന ഒരു ഡയലോഗാണ് ആദ്യം എടുക്കുന്നത്, ഫസ്റ്റ് എടുക്കുന്നത്, ഫസ്റ്റ് ടേക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനത് ഒന്നാമത് ഈ ലാങ്ങിന്റെ ഒരു കുഴപ്പമുണ്ട്, സ്ലാങ്. അപ്പൊ അതൊക്കെ ബൈഹാർട്ട് പഠിച്ച് നമ്മളിങ്ങനെ പിന്നെ ഫസ്റ്റ് ചെന്ന് അതിങ്ങനെ പറഞ്ഞു ഒരു റിഹേഴ്സൽ നോക്കി കഴിഞ്ഞ് അത് ഷോർട്ട് എടുത്തതിൻ്റെ ഒരു കരച്ചിലായിരുന്നു. പിന്നെ ഡയറക്ടർ കെട്ടിപ്പിടിച്ചു, പിന്നെ മാമക്കാ ചെയ്യേണ്ട വേഷം എന്നുള്ള ആ ഫീല് ഭയങ്കര വിഷമമായി പോയി. പക്ഷെ അതങ്ങോട്ട് പിന്നെ അങ്ങോട്ട് മാറി, എല്ലാവരും ഭയങ്കര കമ്പനിയായി. പിന്നെ അവിടെ നിന്നുള്ള ഓരോ ദിവസവും ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് അത് ഒരു തരത്തിലൊരു ഭാഗ്യം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കാരണം അത് ഐ മീൻ അത് ചെയ്യുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും ആ ഒരു നമുക്കാണ് വന്നതെന്നുള്ളൊരു ആ വേഷം കിട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്യാത്തൊരു വേഷമാണ്. അതെവിടെ എനിക്ക് ഉറക്കെ ധൈര്യമായിട്ട് പറയാൻ പറ്റിയ ഒരു സംഭവം തന്നെ. ഈ വേഷം കടകൻ എന്ന് പറയുന്ന പടത്തിലെ ഈ വേഷം ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും പടങ്ങൾ 10 300 പടം ആകാൻ പോകുന്നു, അത്ര ഞാൻ ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ ആരൊക്കെ മുഖാന്തരം ആരൊക്കെ നിമിത്തമായിരിക്കും എന്ന് എനിക്ക് പറയാൻ പാടില്ല, അതും അങ്ങനെയുണ്ട്. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ സജിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഒരു ഭയങ്കര ഇമോഷനായി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമ്മളത് കൂളാക്കി, സജില പിന്നെ ഞങ്ങളെ കൂളാക്കി. പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സീനും നമ്മൾ സോങ് ആണെങ്കിലും സീനാണെങ്കിലും എല്ലാം നമുക്ക് ഒരു എന്താ ഒരു മത്സരം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോഴും ഞാനിങ്ങനെ ചെയ്യട്ടെ, ആശോട്ട് അതങ്ങനെ ചെയ്തു എന്താ ചെയ്ത് എന്നിട്ട് പുള്ളി ഓടി വന്നു നന്നായിട്ടുണ്ട് കേട്ടോ. അത് എന്നോട് മാത്രമല്ല എല്ലാവരോടും. സജില ബെസ്റ്റ് ഡയറക്ടർ, ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറിന്റെ ക്വാളിറ്റി ആയിരുന്നു പുള്ളി ഞാൻ കണ്ടത്. അതിൽ അത്രയും ഏജായിട്ടും അത്രയും സീനിയറായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനും സെറ്റില് അവരുടെ പ്രായക്കാരായി എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. ഞാൻ പെട്ടെന്ന് യങ്ങായി. ഇവര് പിള്ളേരാ സജില് ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഇങ്ങനെ വളരെ തകർത്ത് നിൽക്കുകയല്ലേ. അപ്പൊ ഞാൻ അവരോട് അങ്ങനെ അങ്ങോട്ട് ഭയങ്കര മൂടായിരുന്നു, ഭയങ്കര രസമായിരുന്നു സെറ്റ്. അത് ഭയങ്കര ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും 100% നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആവട്ടെ. ഇപ്പോൾ നേരത്തെ ഹക്കീം ബ്രോ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അശോകൻ ഇടയ്ക്ക് പറയാറുണ്ട് പണ്ടത്തെ കോമഡിയുടെ കാര്യം ഇപ്പോൾ ചിലപ്പോൾ വർക്കൗട്ട് ആവുക നമുക്കറിയത്തില്ല. അത് ശരിക്കും പിന്നെ അശോകൻ അത് ശരിക്കും ഒബ്സർവ് ചെയ്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം പണ്ട് നമ്മൾ ഒരുപാട് കോമഡി പടങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും മടുക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ആ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയിൽ ആക്ച്വലി ഡിഫറൻസ് ഇല്ലേ പണ്ടത്തെ കോമഡി ഇപ്പോഴത്തെ കോമഡി? ഇപ്പം നമ്മളത് പറയണമെന്നുണ്ടെങ്കിൽ 1 2 3 പ്രാവശ്യം തിങ്ക് ചെയ്തിട്ട് വേണം അത് പറയാൻ എന്ന് അശോകന് എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇപ്പം നമ്മുടെ ഉള്ളിലൊരു തമാശ പറയേണ്ട സിറ്റുവേഷനിൽ ഒരു തമാശ അവിടെ ആ തമാശ പറയേണ്ടതാണെന്ന് അവിടെ പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നീട് ആ സാധനം കിട്ടില്ല, നമുക്ക് അവിടെ വേറെ സ്പേസ് ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ അവിടെ എന്ത് പറയണം എന്നുണ്ടാണല്ലോ, അത് ചിന്തിക്കുന്നതാണ് എപ്പോഴും വളരെ ബുദ്ധിപരമായിട്ട്. ആ ചിന്തയും ആ ചിന്തയിലൂടെ വരുന്ന അക്ഷരങ്ങളും പേപ്പറിൽ നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ ഇപ്പോഴും കോമഡിക്ക് സ്പേസ് ഉണ്ട്. പറയുന്ന രീതിയും ഇപ്പൊ രോമാഞ്ചം എന്ന് പറയുന്ന പടം, അതിന്റെ ഏറ്റവും വലിയ പടം വിജയം എന്ന് പറഞ്ഞാൽ അത് ഡയലോഗ് കോമഡിയേക്കാളും റിയാക്ഷൻസ് ആണ്. ആ പടത്തിൽ ഏറ്റവും ഹൈലൈറ്റായി മാറിയതും ആ പടം അത്രയും ഹിറ്റ് ആവാനും കാരണം, ഈ കോമഡി വർക്കൗട്ട് ആവാനും കാരണം എല്ലാവരും റിയാക്ഷൻസ് ആണ്. ഒരാളുടെ പോലും റിയാക്ഷൻ മിസ് ചെയ്തിട്ടില്ല ഇതിൽ. അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് ഷോട്ട് എടുത്തു എന്നുള്ള. അത് മാത്രമല്ല ഞാൻ പറയാണ്, അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ അടുത്ത് ഞാനൊരു പുതിയ പടം ഡയറക്റ്റ് ചെയ്യാൻ പോണ ഡയറക്ടറിന്റെ കൂടെ അടുത്ത് ഞാൻ മീറ്റ് ചെയ്തു. ഞാനില്ല പടത്തിൽ, ഉണ്ടോന്ന് അറിയില്ല, എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോ നല്ല പടമാണ്, വലിയ കഥയൊക്കെ കേട്ടപ്പോ ഞാൻ പറഞ്ഞ് രസമായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളെ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പഞ്ചാബി ഹൗസൊക്കെ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന്. അദ്ദേഹത്തിന് അത് അറിയണം. ഞാൻ അത് എനിക്ക് പറയാൻ പറ്റില്ല, അത് റാഫി ബക്കാട്ടിനെ അറിയാൻ പാടുള്ളൂ. കാരണം ഒരു ഷോട്ട് മിസ്സായ വർക്കൗട്ട് ആവില്ല. അതാണ് അന്നത്തെ കോമഡി. അപ്പൊ നമ്മള് ഇപ്പോഴും അവർക്കൊക്കെ തിരിച്ച് ഇതുപോലത്തെ ഒരു കോമഡി മൂവി ചെയ്യാൻ അവർക്കും ഒരു ചെറിയ സംശയമുണ്ട്. ഈ ജനറേഷന് അത് ഇഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്ക് 100% വിശ്വാസമുണ്ട് ഈ ജനറേഷൻ അത് എടുക്കും. കാരണം അത് കൊടുക്കാത്തതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അങ്ങനെ സിനിമ വന്നേക്കാം. അല്ലെ പണ്ടത്തെ മൂവി ഇപ്പോഴും ഇരുന്ന് കൈയിടിച്ച് കാണത്തില്ല. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ തമാശകൾ പറഞ്ഞപ്പോ ഇരു പൊട്ടിച്ചിരിച്ചെങ്കിൽ ഈ പറയുന്നതും കാണുന്നതും രണ്ടാണ്. ചില തമാശകൾ പറഞ്ഞാലേ ഏക്കുള്ളൂ, ചിലത് വിഷ്വൽ വന്നാല് ഏക്കും. ചില പറയുന്ന തമാശകൾ വിഷ്വൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിഷ്വൽ ചെയ്ത് ചിരി കിട്ടില്ല. അപ്പൊ അതാണ് ആദ്യം തമാശ എഴുതാൻ നേരത്ത് ചിന്തിക്കേണ്ട കാര്യം, ഇത് വിഷ്വൽ ചെയ്ത് ചിരിക്കുമോ എന്നുള്ളതാണ്. ആ മൈൻഡാണ് ശരിക്ക് ഈ തമാശ ചിത്രങ്ങൾ ഹൈലൈറ്റ് ആവാൻ കാരണം.
അല്ലെങ്കിൽ പറയുന്ന തമാശകൾ കേൾക്കാൻ കാരണം അതിന്റെ ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ള ഡയറക്ടർ ആയിരിക്കണം. അതുപോലെ തമാശകളെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് വർക്കാവും. ഈ പറയുന്ന തമാശ വേറെ, അത് പറഞ്ഞ് എടുത്തു കാണിക്കുന്ന തമാശ വേറെ, രണ്ടാണ്. പറഞ്ഞാൽ ചിരിക്കും, പക്ഷെ ചിലത് അത് എടുത്താൽ ചിരിക്കില്ല. അതെ, ലാസ്റ്റ് അതിന്റെ ഔട്ട്കം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വരണമെന്നില്ല. കറക്റ്റ് ആണ് പോയിന്റ്. സോനക്ക് ആക്ച്വലി ഇപ്പം വെളിയിലല്ലായിരുന്നോ? ഐ മീൻ ഈ ഒരു ഓക്കെ ഫൈൻ, ദിസ് ഈസ് മൈ തിങ്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ ഒരു കപ്പ് ഓഫ് പരിപാടി ആക്ടിങ് തോന്നിയ ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ടാവുമല്ലോ? അത് വെയില് തൊട്ട് തോന്നി. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു ലൈക്ക് ഒരു എന്താ പറയുക, എല്ലാ ദിവസവും നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ അതൊരു വർക്കോ അങ്ങനെ ഫീൽ ചെയ്യില്ല. നമുക്കതൊരു എന്താ പറയുക, ടൈം പോകുന്നേ അറിയില്ല. ഇപ്പോൾ ഒരു പാഷനാ. ഇപ്പൊ മേ ബി ഒരു 9 to 5 വർക്ക് ചെയ്യുവാണെങ്കിൽ എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്ന്. പക്ഷെ ഇത് എത്ര നമുക്ക് ഇരിക്കാൻ എത്ര വേണമെങ്കിലും ഇരിക്കാം മീൻസ്. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ടിങ്. പക്ഷെ ഒന്നാമത്തെ ഞാൻ പുറത്താ, അപ്പോൾ ഇവിടെ ഓഡിഷൻസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ കണക്ഷൻസ് ആയിട്ട് വരൂല, കുറവാണ്. പിന്നെ ഇവിടെ ഈ ഫെസ്റ്റിവൽ കോളേജ് പ്രോഗ്രാംസ് എങ്ങനെയെങ്കിലും നമ്മളെ അതുമില്ല. പിന്നെ നമ്മള് ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ആവുമല്ലോ, ലൈക്ക് യെസ് വർക്കുകൾ കൂടുതൽ കിട്ടി തുടങ്ങുമ്പോൾ അല്ലേ? അതുപോലെ പ്രണയവിലാസത്തിന്റെ കാര്യം സോന തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അത് കണ്ടിട്ട് ഫാനായി എന്നുള്ള രീതി. ഇപ്പം പടങ്ങളുടെ എണ്ണത്തിലുപരി ചെയ്യുന്നത് വളരെ നല്ല വർക്കുകൾ എന്നുള്ള ടാഗ് തീർച്ചയായിട്ടും ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കിംറോന്റെ അടുത്ത്. വർക്കുകളുടെ അല്ല ക്യാരക്ടറുകളെല്ലാം നല്ല ക്യാരക്ടറുകൾ, ഡിഫറെന്റ് ക്യാരക്ടറുകൾ, ഡിഫറെന്റ് പരിപാടികൾ. സോ അത് സ്റ്റാർട്ടിങ് ഫ്രം നോക്കുമ്പോൾ ആ ഒരു ഗ്രോത്ത് ആക്ച്വലി യു എൻജോയ് ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? ബേസിക്കലി എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പടങ്ങൾ കാണുന്നൊരു ആളല്ല. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള പടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ട് വളരെ റെയറായിട്ടാണ് തിയേറ്ററിൽ പോയി കാണുന്നത്. ഇല്ലെങ്കിൽ OTT-ലാണ്. OTT-ൽ എൻ്റെ കളക്ഷൻസ് ഒക്കെ വേറെ ഒരു മൂഡാണ്, ലൈക്ക് ജോണറാണ്. ഈ പറയുന്ന പോലെ കൊമേഴ്ഷ്യൽ മാസ് അംഗീകരിക്കുന്ന പടങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ഭയങ്കര രസമായിട്ട് ഹുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതാണ് കാണാനും അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനും താല്പര്യം. അപ്പം എന്താ പറയുക, അങ്ങനെ അപ്പോൾ ഞാൻ കേൾക്കുന്ന കഥകൾ ഞാൻ നോക്കും, ഞാൻ ഈ പടം കാണുമെന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കുക. അപ്പൊ അങ്ങനെ കാണുന്നു തോന്നുന്നു എനിക്ക്. ഞാൻ തന്നെ ഒരു ഓഡിയനായിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് പടം കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. അങ്ങനൊരു അത് മാത്രമേ ഞാനൊരു ഇത് വെക്കുന്നുള്ളൂ, എനിക്ക് കാണാൻ തോന്നണം. അങ്ങനെ എൻജോയ് ചെയ്ത് സ്വന്തമായിട്ട് അഭിനയിച്ച അല്ലെ യുവർ ഓൺ പടം അങ്ങനെ എൻജോയ് ചെയ്ത് ഏറ്റവും കൂടുതൽ കണ്ട ഏത് പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാ? എനിക്ക് പ്രണയവിലാസം പറഞ്ഞ പോലെ വർക്കായിരുന്നു. എനിക്ക് അവസാനം എനിക്ക് തന്നെ വിഷമം വന്നു, ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇപ്പൊ കടകൻ ഭയങ്കര തിയേറ്റർ വാച്ചാണ്. അപ്പൊ നമ്മൾ ഈ വരുന്ന ഫോണിൽ വരുന്ന പാട്ടോ കാര്യങ്ങളൊന്നും അതിന്റെ ഡെപ്തോ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, കാരണം നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ കടകൻ ഞങ്ങള് ഓരോ സ്റ്റേജിലും കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തിയേറ്റർ വാച്ചാണ്. അപ്പോൾ എനിക്ക് കഥ കേട്ടപ്പോൾ തന്നെ അടിപൊളി, ഇത് ചെയ്യണമല്ലോ, ഇത് ഞാൻ ഇതുവരെ ചെയ്യാത്തതാണല്ലോ, ഇല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും, ഇതെല്ലാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് A to Z. നമ്മളൊരു പടം തുടങ്ങി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും അല്ല ഷൂട്ട് കഴിയുമ്പോഴത്തേക്കിനും 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെ മടുക്കരുത്. അപ്പോൾ ലാസ്റ്റ് വരെ അറ്റ് ദ എൻഡ് വരെ ആ ഒരു എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കടകനിൽ എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് അത് അടിപൊളി മൂവ് തന്നെയായിരിക്കും. പക്ഷേ അതുപോലെ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു 36 ഇയേഴ്സിന് മുകളിലാകുന്നു. അപ്പോൾ ആദ്യ ടൈമിലൊക്കെ സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യാതെ വരെ മൂവി അഭിനയിച്ച് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അശോകൻ കുറച്ചുകൂടെ സെലക്റ്റീവ്, അതിന്റെ കോമഡിയുടെ രീതിയാണെങ്കിലും അല്ല സീരിയസ് റോളാണെങ്കിലും അതും ഒന്ന് കൺസീവ് ചെയ്ത് കുറച്ചൊന്ന് സെലക്ഷൻ പ്രോസസ് കുറച്ചുകൂടെ ഫിൽട്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? ആ ഒരു അല്ല, സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് സെലക്ട് ചെയ്യാൻ നിന്നാൽ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും, പണിയുണ്ടാവില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ അഭിനയിക്കേണ്ടി വരും, കാരണം നമ്മുടെ അങ്ങനെയാണ് ചില ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കണം. ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, കുറേ 6-7 പടങ്ങൾ എൻ്റെ ഇറങ്ങാനുണ്ട്. ഇപ്പം എൻ്റെ ആഗ്രഹം, നമ്മളെ പണ്ട് കാലത്ത് സൗദി അറേബ്യയിലൊക്കെ
ചിലർ ചെല്ലുമല്ലോ, ഈ മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ സൗദി അറേബ്യ ചെന്ന് കഴിഞ്ഞാല് അവർക്ക് ഒരു പെഗ് കിട്ടിയിരുന്നെങ്കിൽ ഇല്ലേ എന്ന ആഗ്രഹം ഉണ്ടാകും. എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി പടം ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്തായാലും അത് ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരെണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടി തന്നെയാണ്. അതൊരു ഒന്നൊന്നര സംഭവമാണ് അത്. എപ്പോഴത്തേക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പം നമുക്കിപ്പോ കടയെ കുറിച്ച് പറയാം. അതെ, അപ്പൊ അത് ഒന്നൊന്നര സാധനം തന്നെയാണ് അല്ലേ? അതൊരെണ്ണം വരുന്നുണ്ട്. അത് റൈറ്റിംഗ് അതിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏത് മൂവി ആണെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ കോമഡി ആണെങ്കിൽ പോലും ഇപ്പൊ കൂടുതൽ ആൾക്കാർ BGM എന്നുള്ളൊരു പരിപാടി കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് പണ്ടത്തേനെക്കാട്ടിൽ നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ മൂവിയിൽ അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു മാസ് ആക്ഷൻ ഫാമിലി ഡ്രാമ ഒരു സ്റ്റൈൽ മേക്കിംഗ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഗോപിച്ചേട്ടൻ പരിപാടി പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ സീനിലും ഭയങ്കര ഗൂസ് ബംസ് വരുന്ന രീതിയിലാണ് മേക്കിങ് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് പരിപാടിയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ. ഇപ്പോൾ ഇന്നലെ സജിൽ തന്നെ മുംബൈയിൽ നിന്ന് വിളിച്ചിരുന്നു. മുംബൈയിലാണ് മിക്സിങ് നടക്കുന്നത്. വളരെ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. ഇതൊന്ന് തിയേറ്ററിൽ എത്തട്ടെ ആളുകളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയസ് ആണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇപ്പം ഫൈറ്റ് തന്നെ ഏകദേശം ഒരു 15-20 ദിവസത്തോളം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. 3 ഫൈറ്റ് മാസ്റ്റേഴ്സാണ്. അപ്പോൾ ഓരോ ഫൈറ്റിനും ഓരോ പാറ്റേണും ഓരോ എൻഡിലേക്ക് എത്തുമ്പോൾ കുറച്ച് മാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ഭയങ്കര റക്കീട്ടായിട്ടുള്ള അടിയാണ്, ഭയങ്കര റോ അടിയാണ്. അപ്പോൾ അതിന് എല്ലാം യൂസ് ചെയ്തേക്കുന്ന ഇതിൻ്റെ സൗണ്ട് ഭയങ്കര രസമായിട്ടാണ്. അപ്പോൾ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ക്യൂരിയസ് ആണ്, എക്സൈറ്റഡ് ആണ്. തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആളുകൾ എങ്ങനെ ഇത് എടുക്കുന്നു അറിയാം. കംപ്ലീറ്റ്ലി നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഉള്ള ഒരു മൂവി, നല്ല രീതിയിൽ മാസ് കാണിക്കാനും ഒക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു അടിപൊളി മൂവി എന്ന് പറയാം. അതെ അതെ, ശരിക്കും ഗോപി സുന്ദർ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഗോപി സുന്ദർ RR ചെയ്തേക്കുന്ന സിനിമകളിൽ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന സിനിമകളിൽ നല്ല സിനിമകളിൽ ഗംഭീരമായിട്ട് ചെയ്തേക്കുന്ന സിനിമകളിൽ ഒന്നാണിത്. ഭയങ്കര സപ്പോർട്ടിങ് ആണ്. കാരണം തിയേറ്ററിൽ കണ്ടാലേ പറ്റുള്ളൂ. കാരണം അത്രക്ക് നല്ല ബോംബെയിൽ മിക്സ് ചെയ്തേക്കണം കംപ്ലീറ്റ് സൗണ്ട്. അവിടുന്ന് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചേട്ടാ വേറെ ലെവലാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്നൊക്കെ പറഞ്ഞു പുള്ളി. അപ്പൊ നമ്മൾ തന്നെ ഈ പടം കാണാൻ കൊതിയായിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഫൈറ്റ് എഡിറ്റ് ചെയ്യാൻ ഷമീറിനെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇന്ന് മലയാളത്തിൽ ഷമീറിന്റെ എഡിറ്റ് അറിയാലോ നമുക്കെല്ലാം. അപ്പൊ അതും ഭയങ്കര എന്താ പറയാ അതൊരു ഭാഗ്യമാണ്. കാരണം എനിക്ക് ഈ സിനിമ സംഭവിക്കുന്നത്, ഞാൻ ഈ സിനിമയിൽ ഇന്നാവുന്നത് പടം ഷൂട്ട് തുടങ്ങുന്നതിന്റെ 1.5 ആഴ്ച മുന്നെയാണ്. 1.5 ആഴ്ച മുന്നെയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ബ്രോ ഇങ്ങനൊരു പരിപാടിയുണ്ട്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതിനകത്ത് ചെയ്യാനിരുന്ന ആർട്ടിസ്റ്റിന് ഡേറ്റ് ഇല്ല, അപ്പോൾ വേറെ വഴിയില്ല, നമുക്ക് തുടങ്ങിയേ പറ്റുള്ളൂ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കഥ എടാ അടിപൊളി ഷോ ഞാൻ ചെയ്യാണ്, വേറെ വഴിയില്ല, പിടിച്ചേ പറ്റുള്ളൂ. ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യാൻ. ഞാൻ വന്നു ജോയിൻ ചെയ്തു, പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങി. എനിക്ക് ഭയങ്കര ലക്കായിട്ടാണ് തോന്നുന്നത്. ലൈക്ക് ഒരു മൊമെന്റിൽ എന്നെ ആരോ വന്ന് എടുത്തോണ്ട് പോകും പോലെ എനിക്ക് തോന്നി. ഇതില് ഈ ഫൈറ്റ് സീൻസ് ഉണ്ടെന്ന് പറഞ്ഞത്, അപ്പൊ അശോകേട്ടനും ഇതിനകത്ത് ഫൈറ്റ് സീൻസുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഫൈറ്റിന്റെ അവിടെ സിറ്റുവേഷനിൽ ഉണ്ടെന്നല്ലാതെ ഞാൻ ഫൈറ്റ് ചെയ്യണമെന്നില്ല. ഞാൻ ഫൈറ്റ് ചെയ്യണമെന്ന് ആവുകൊണ്ടാണ്. ഞാൻ ഇന്നുവരെ ചെയ്യാത്ത 2-3 സീൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നല്ല സീനായിട്ട് ഞാൻ കാണുന്നു അതിനെ. അതൊക്കെ മറ്റുള്ളവർ കണ്ടിട്ട് ഇപ്പൊ എൻ്റെ അനിയന്റെ മകൻ ഷമീറിന്റെ കൂടെയാണ് ഫസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട് അവൻ എഡിറ്റിങ്. അപ്പൊ അവൻ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ അനിയന്റെ മോനെ അവനെ വലിയ ഒരു സീൻ കണ്ട് അസലായിട്ടുണ്ട് പറഞ്ഞല്ലേ ആദിശങ്കർ. അപ്പൊ അവൻ വന്നിട്ട് അത് നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ മൊത്തം പടം രസമായിട്ടുണ്ട്, നല്ല വർക്കാവും എന്ന് പറഞ്ഞു. അടിപൊളി. സോനയുടെ വെളിയിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് നോൺ മലയാളീസ് ആയിട്ടുള്ളവരും ഇന്ത്യൻസ് ആയിട്ടുള്ളവരും. അപ്പോൾ അവർ സോനയുടെ മൂവീസ്, ഈ ഇറങ്ങുന്ന മൂവികൾ ഒക്കെ കാണുകയും അഭിപ്രായം പറയുകയും എങ്ങനെയാണ്? അവര് ഇപ്പോൾ OTT വരുമ്പോൾ കാണും, അല്ലെങ്കിൽ തിയേറ്റേഴ്സിൽ വരും. തീർച്ചയായിട്ടും മലയാളം മൂവീസ് ഇപ്പോൾ വരുന്നുണ്ട് പുറത്ത്. എൻ്റെ വന്നേക്കുന്ന 2 OTT വന്നപ്പോൾ എല്ലാവരും ഒരു വീട്ടിൽ പോയി ഇരുന്ന് കാണും. ഭയങ്കര സപ്പോർട്ടീവാ അവിടെ. അങ്ങനെയുള്ള എല്ലാവരും തിയേറ്റേഴ്സ് വീട്ടിലുള്ള തിയേറ്റേഴ്സിൽ ഇട്ടിട്ട് കാണും. പിന്നെ മിസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഫസ്റ്റ് ഡേ കാണാൻ പറ്റും, അത് മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ OTT ഉള്ളത് വലിയൊരു
ബോണസ് അതുകൊണ്ട് പുറത്തുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. ഈ അശോകനെ പറ്റി ഇപ്പം ഇവരൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇപ്പം നമ്മൾ അർജുനെയൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ അല്ലേ അശോകേട്ടൻ വീട്ടിലെങ്ങനെയാണ്, അതായത് പറയുന്നത് കേട്ടിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡാഡ്, ഒരു അച്ഛൻ. അർജുൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നാൽ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, പക്ഷേ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു അച്ഛൻ. എന്തെങ്കിലും അശോകേട്ടനൊരു കാര്യം വന്നാലും അത് അർജുനെ വിളിച്ച് പറയുന്നു. അർജുൻ ചിലപ്പോൾ അതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത്. അപ്പം ശരിക്കും നോർമലി അങ്ങനെ അടുത്ത് കാണുമ്പോൾ ആൾക്കാർ പറയാറുണ്ടോ, അയ്യോ സിനിമയിൽ ഇത് എന്താ ഇത്, പക്ഷേ ശരിക്കും ഇങ്ങനെയാണോ? അങ്ങനെയുള്ള അത് അടുത്തറിയാവുന്നവരാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും. അടുത്തറിയാവുന്നവരങ്ങനെ പറയില്ല, കാരണം അവർക്ക് അറിയാമല്ലോ. അതെ, അല്ലാത്ത ആൾക്കാർ പറയുമ്പോൾ അത് അവരുടെ മനസ്സിൽ തോന്നലാണ്. മീൻ നമ്മൾ തമാശക്കാരനായതുകൊണ്ട് അവൻ തമാശയായിരിക്കും എപ്പോഴും ജീവിതത്തിൽ നിന്ന്. നിങ്ങളൊക്കെ എന്താ വന്നിട്ട് നമ്മളൊരു തമാശ പറയാത്തത്? അങ്ങനെ എത്രയോ പേര്, ലക്ഷക്കണക്കിന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തമാശ സിറ്റുവേഷൻ ഉണ്ടായാലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു തമാശ ഉണ്ട് കേൾക്കണം പറഞ്ഞ് പറയാൻ പറ്റും. അങ്ങനെ ഒരാൾക്ക് തമാശ പറയാൻ പറ്റില്ല, സിറ്റുവേഷൻ ഉണ്ടാവണം, അപ്പൊ തമാശ പറയാൻ പറ്റും. അല്ലാതെ കണ്ട് നമുക്ക് പറയാം. ഇപ്പൊ വീട്ടിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ മകള് ഖത്തറിലാണ്, എൻ്റെ വൈഫ്, മകള്, മകൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ ഒക്കെ ഞങ്ങൾ ഓൺലൈനിൽ വരും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡെയിലി വിളിക്കും. ഓൺലൈനിൽ വന്ന് ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ മോൻ സെറ്റിലാണെങ്കിൽ അവൻ്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ വിളിക്കും. അപ്പം മോളോട് ഓൺലൈൻ വരാൻ പറയും. വൈഫ് ഞാനും മരുമോനെ കൂടി ഇരുന്നിട്ട് പറഞ്ഞ് തീരുമാനം എടുക്കുന്നത് ഞങ്ങളാണ്. വേറെ പുറത്തുനിന്ന് ഒരാളെയും കയറ്റാറില്ല. ഞങ്ങൾ 6-7 പേര് കൂടിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതെല്ലാ കാര്യവും. ഇപ്പം ഈ ഡ്രസ്സ് തന്നെ എൻ്റെ വൈഫ് ഞാനും കൂടി, ഇത് മതിയാ, ഇത് മതി. അപ്പോൾ മോള് ഇങ്ങനെ അവിടെ പുറത്ത് പോകാൻ കൊച്ചിൽ വിളിക്കാൻ പോയിട്ട് മരുമോളിങ്ങനെ ഇറങ്ങി, മോള് ഇത് മതിയാ, ഓക്കെ ചേ. അത്രയും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ്. അങ്ങോട്ടും ഷെയർ ചെയ്യും എന്ത് കാര്യങ്ങളും. അർജുന്റെ കുട്ടിയാണെങ്കിലും അശോകനായിട്ട് എങ്ങനെയാ സിനിമകൾ, അശോകന്റെ പടങ്ങൾ എങ്ങനെയാണ്? ഭയങ്കരമാണത്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ കാണിച്ചു തരാം. കുറെ പരിപാടികളുണ്ട് നല്ല രീതിയിൽ. കുറുമ്പേ ഉള്ളു, അങ്ങനല്ലേ വരുവുള്ളൂ. നമ്മളെന്താ സീരിയസ് ആണോ? അയ്യോ, ചില സമയത്തൊക്കെ ഇരിക്കണ നമുക്ക് നമ്മൾ തന്നെ ഇടുങ്ങിപ്പോയി എന്തോ ആലോചിച്ചൊക്കെ ഇരിക്കുന്നത് വലിയ ആൾക്കാരൊക്കെ ആലോചിക്കണം. ഹക്കീം ബ്രോ, അതുപോലെ തന്നെ ഏതെങ്കിലും നല്ല സിനിമകൾ നമുക്ക് വന്നു ചെയ്യാം, ഫൈൻ, പക്ഷെ എന്തോ വേറെ കുറെ ഫാക്ടേഴ്സ് കൊണ്ട് അത് പോയി. പക്ഷെ ആ മൂവീസ് നല്ലൊരു ഹിറ്റ് മൂവിയായി, പക്ഷെ ഹക്കീമിന് അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഉണ്ടായ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വിഷമമല്ല. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ 10 വർഷം കഴിഞ്ഞു. ഇപ്പോ തുടക്കം മുതലേ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു രീതിയിൽ ഇതങ്ങനെയാണല്ലോ, സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഒരാളുടെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു, ഓക്കെ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇവർ പോയി പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞു. പ്രൊഡ്യൂസറിനാണെങ്കിൽ വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, എന്തിനാണ് ഇതിനെ വയ്ക്കേണ്ട ആവശ്യം? ബേസിക്കലി ഇത് സിനിമ എന്ന് പറയുന്നത് കച്ചവടമായതുകൊണ്ട് ഇപ്പോൾ ഒരു 3 CR പടം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 10-50 ലക്ഷം രൂപ എടുത്ത് ആ ആർട്ടിസ്റ്റിന്, ആ സ്റ്റാറിനെ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്ന ഉറപ്പുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ കടന്നു വരുന്നത്. അപ്പോൾ ഉറപ്പാണ് അതങ്ങനെ സംഭവിക്കുക. അത് എനിക്കത് ഭയങ്കര, ഞാനീ പറഞ്ഞ പോലെ ചെറിയ വേഷം ചെയ്ത് വന്നതുകൊണ്ട് എനിക്കറിയാം അതങ്ങനെയാണ് സിനിമ എന്ന് പറയാം. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഞാനാണെങ്കിലും എനിക്ക് എൻ്റെ പ്രൊഡ്യൂസറിന് പണം തിരിച്ചു കൊടുക്കണം. അപ്പൊ ഞാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ, ഏറ്റവും മാർക്കറ്റിൽ വാല്യൂ ഉള്ള ആളുകളെ വെക്കാനാണ് ഞാനും ശ്രമിക്കുക. അപ്പൊ അതങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക, എൻ്റെ ഇപ്പൊ എന്താ പറയാ, എനിക്ക് പറ്റാവുന്ന രീതിയിൽ അതിന് മാക്സിമം പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. അത് വേറെ വഴിയില്ല, വേറെ ഷോർട്ട് കട്ട് ഇല്ല. സിനിമ നമുക്ക് ഓഡിയൻസിനെ നമുക്ക് ബ്രൈബ് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും ബ്രൈബ് ചെയ്യാൻ പറ്റില്ല. അതായത് എന്താണ് പറയാ, ഇത് കൊടുത്തത് ഓക്കെ ആക്കി താന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളാണ് തീരുമാനിക്കുക ആരാണ് നടൻ, ആരാണ് സ്റ്റാർ, ആരാണ് നല്ലത്, ആരാണ് മോശം, നല്ല സിനിമ ഏത്, മോശം സിനിമ ഏതെന്ന് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോ ആ ഒരു സാധനത്തിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ബൈ ഗ്രാജുവലി അവിടെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതെ, നല്ല നല്ല ക്യാരക്ടേഴ്സ്, നല്ല മൂവികൾ ചെയ്ത് ആൾക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ഗ്രോത്ത് വളരെ ഗ്രാജുവലി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ. അശോകന്റെ തീർച്ചയായിട്ടും പറഞ്ഞു അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു അനുഭവം എനിക്കുണ്ടായി. പണ്ട് എന്നെ ഒരു പടത്തിന് വിളിച്ചു. അതേ ആ സമയത്ത് തന്നെ
അത് പൃഥ്വിരാജിലൂടെ അന്ന് അഭിനയിച്ചിട്ടില്ല. പൃഥ്വിരാജിലൂടെ ഒരു പടത്തിൽ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വേറൊരു പടം ഇതിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ വാക്കാൽ അഡ്വാൻസ് മേടിച്ചിട്ടില്ല. വാക്കാൽ ഞാൻ അവരോട് ഞാൻ വരാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. സെയിം ഡേറ്റാണ് ഇവരുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പൃഥ്വിരാജിൻ്റെ പടമായതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു നോക്കാം. പക്ഷെ ചോദിക്കുന്നതിന് തെറ്റാണ്. ആദ്യം പറഞ്ഞവരോട് ചോദിക്കുന്നത് തെറ്റാണ്. ഞാൻ ആ പടത്തിന് അവർ വിളിക്കുന്ന പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നതിന് ശരിയല്ല. എന്നാലും ഞാനിങ്ങനെ ഇതിനെല്ലാത്തിനും മറുപടി പറയുന്ന ഒരാളുള്ളൂ. എൻ്റെ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഞാൻ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു സിദ്ദിഖ്, ഡയറക്ടർ സിദ്ദിഖിനോടെ ചോദിക്കുന്നത്. അപ്പോൾ സിദ്ദിഖിനെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ സിദ്ദിഖ് പറഞ്ഞത് ഒരു മറുപടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് അശോകൻ ഇപ്പം ആ പടം ഇപ്പം ഒരു പടം നീ വാക്കുകൊണ്ട് കമ്മിറ്റ് ചെയ്തു, രണ്ടാമത് ഇങ്ങനെ ഒരു പടം അത് ഗംഭീരമായിരിക്കും ചിലപ്പോൾ. നമ്മൾ ചെയ്യാത്തൊരു ക്യാരക്ടറിൻ്റെ കൂടെ ഇന്ന ഡയറക്ടറോട് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഇയാളോട് പറഞ്ഞില്ലേ. അപ്പം ഇത് മനസ്സുകൊണ്ട് വിടുകയാണെങ്കിൽ, രണ്ടാമത് നമ്മളെ വിടുകയാണെങ്കിൽ ഇപ്പോഴേ മനസ്സുകൊണ്ട് നീ കരുതണം അത് ഹിറ്റായാലും ശരിയാണ്, മനസ്സ് വിഷമിക്കരുത്, പ്ലാൻ ചെയ്യണം മൈൻഡിൽ. ഇപ്പോഴേ മൈൻഡിൽ പ്ലാൻ ചെയ്യണം. ആ പടം ഹിറ്റായാലും ശരിയാണ്, നമുക്ക് വിഷമമുണ്ട്, നമ്മൾ വിട്ടു. അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര തകർന്നു പോകും. കറക്റ്റായിരുന്നു ആൻസർ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. നമ്മൾ അപ്പോഴേ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. വാക്കുകൊണ്ട് ഒരാൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അഡ്വാൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ വാക്ക് കറക്റ്റല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചാൽ ഇങ്ങനെ ഒരു പറഞ്ഞു പോയി. അത് അവരോട് പറയാം, അവർക്ക് മുമ്പ് അഡ്ജസ്റ്റ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് നടന്ന കാര്യമില്ല, അത് അവരുടെ ആവശ്യമാണ്. അപ്പം അങ്ങനെ സിദ്ദിഖ് പറഞ്ഞ മറുപടി കറക്റ്റാണ് അല്ലേ. അത് മനസ്സുകൊണ്ട് നമ്മൾ ആദ്യമേ കരുതുക അത് ഹിറ്റായാലും ശരിയാണ്, അത് വേണ്ട, മൈൻഡ് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതെ അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇങ്ങനെ ഞാൻ ചെയ്യേണ്ടി വന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഓ ഇത് ഇങ്ങനെയും ചെയ്യാല്ലേ, ലൈക്ക് ഞാനായിരുന്നു ഇങ്ങനെ ചെയ്താണ്, അപ്പൊ അയാളാകുമ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യാം. എനിക്കൊരു കമ്പാരിസൺ എനിക്ക് മനസ്സിലാവും. ഓ ഇത് ഇങ്ങനെയും ചെയ്യാം, വളരെ നന്നായിട്ടുണ്ടല്ലോ. എനിക്കതൊരു ഞാൻ ചിലപ്പോൾ ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. എക്സ്ട്രാ ലേണിംഗ് വേണമെങ്കിൽ അയ്യോ അങ്ങനെ ചെയ്യരുത് എന്നുള്ള തോന്നൽ വരാം. അതും വരാം. അങ്ങനെ സാധനം കിട്ടും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി അടിപൊളിയായിട്ട് ചെയ്യുക, വർക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഇത് റിട്ടേൺ വരുന്നു അല്ലേ. കൂൾ. അപ്പം അതുപോലെ ഒരു നല്ല ഗംഭീര മൂവിയായി മാറട്ടെ. അങ്ങനെ ഗംഭീര മൂവിയായി തിയേറ്ററുകളുടെ എണ്ണവും അതുപോലെ ആൾക്കാരും ഒക്കെ പറഞ്ഞ് നല്ല നല്ല അവസരങ്ങൾ ഇനിയും വരട്ടെ. ആൻഡ് വീണ്ടും അശോകേട്ടൻ്റെ കൂടെ നിങ്ങൾക്കും വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റും. ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് മാർച്ച് 1 നമ്മൾ പോയി കണ്ടിരിക്കും, അഭിപ്രായം അറിയിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.